ടു എഡ്യൂസാറ്റ് ലേണിംഗ്. എഡ്യൂസാറ്റിൻ്റെ ഇന്നത്തെ വീഡിയോ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ അധ്യായമായ ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികതയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നവോത്ഥാനവും മാനവികതയും, റിനൈസൻസ് ആൻഡ് ഹ്യൂമനിസം എന്താണ്, അതുപോലെ തന്നെ ശാസ്ത്രരംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച്, സയൻറ്റിഫിക് ചേഞ്ചസുകളെ കുറിച്ചിട്ട്, പിന്നെ കലാസാഹിത്യ രംഗങ്ങളെ കുറിച്ചിട്ട്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ റിഫോർമേഷൻ അല്ലെങ്കിൽ മതനവീകരണത്തെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഓൾറെഡി സ്കൂളുകളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇത് പഠിച്ചിട്ടുണ്ടാവും. കുറേ പേര് റിവിഷനായിട്ട് കാത്തു നിൽക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഓണപ്പരീക്ഷ വന്നിട്ട് പഠിക്കാമെന്ന് വെച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പം ഈ രണ്ട് ടീമിനും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ ഒരു പാർട്ടിൽ, അതായത് ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതുമായ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട്, ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മളെ ചാപ്റ്ററിൻ്റെ ഒരു പാർട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് മീൻ ബൈ ഹ്യൂമനിസം? വാട്ട് ആർ ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്? അതായത് മാനവികത എന്നാൽ എന്താണ്, അതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. മധ്യകാലഘട്ടത്തിൽ ദൈവശാസ്ത്ര ചിന്തകളിൽ നിന്നും മാറി, അതായത് മധ്യകാലഘട്ടത്തിൽ ദൈവശാസ്ത്ര ചിന്തകളെയാണ് സ്കോളാസ്റ്റിസിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്ര ചിന്തകളിൽ നിന്നും മാറി മനുഷ്യൻ്റെ അനുഭവങ്ങൾക്കും ഭൗതിക ജീവിതത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നവോത്ഥാന കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു ആശയമാണ് മാനവികത എന്ന് അറിയപ്പെടുന്നത്. അപ്പം സ്കോളാസ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചിട്ടുള്ള ഭയവും, ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചോ ആലോചിച്ച്, അതായത് ദൈവശാസ്ത്ര ചിന്തകളിൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ചിന്താഗതിയാണ് സ്കോളാസ്റ്റിസിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് മനുഷ്യന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നവോത്ഥാന കാലഘട്ടത്തിൽ രൂപം കൊണ്ട ആശയമാണ് മാനവികത. അപ്പം ഈ ഒരു മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കത്തോലിക്ക സഭയുടെ കഠിനമായ നിയമങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ മനുഷ്യൻ്റെ ജീവിതത്തിനും അവൻ്റെ യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഉയർന്നു വന്ന പുതിയ ചിന്താഗതിയാണ് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത. അപ്പം മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കത്തോലിക്ക സഭയുടെ കഠിനമായ നിയമങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ മനുഷ്യൻ്റെ ജീവിതത്തിനും അവൻ്റെ യുക്തിചിന്തക്കും പ്രാധാന്യം നൽകി അല്ലേ. അതാണ് എൻ്റെ ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത. മാനവികത എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം അല്ലേ, മനുഷ്യനാണ് അവിടെ പ്രാധാന്യം അല്ലേ. അപ്പോൾ പരലോക ചിന്തകൾക്ക് അതീതമായി അല്ലെങ്കിൽ പരലോക ചിന്തകൾക്കോ മതപരമായ ആശയങ്ങൾക്കോ പകരം ഈ ഭൂമിയിലെ മനുഷ്യജീവിതം മനോഹരമാക്കാൻ മനുഷ്യൻ്റെ ബുദ്ധിയും ശാസ്ത്രവും ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു ചിന്താഗതി ആദ്യം രൂപപ്പെട്ടത് ഇറ്റലിയിലാണ്. അത് നമുക്ക് മറ്റൊരു പോയിന്റാണ് അല്ലേ. അപ്പം മാനവികത രൂപപ്പെട്ടത് എവിടെയാണ്? ഇറ്റലിയിലാണ് അല്ലേ. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഹ്യൂമനിസം എന്ന് ചോദിച്ചാൽ, ഹ്യൂമനിസം വാസ് എ മേജർ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് ദി റിനൈസൻസ് ദാറ്റ് എമേർജ്ഡ് ആസ് എ ഡിപ്പാർച്ചർ ഫ്രം medieval scholasticism. It shifted the focus from the divine and the afterlife to human experiences, worldly life and rational inquiry. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നു ഹ്യൂമൻ സെൻറ്റേർഡ് ഔട്ട്ലുക്ക് അല്ലേ. അതായത് ഹ്യൂമനിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ആദ്യത്തെയാണ് മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാട്, ഹ്യൂമൻ സെൻറ്റേർഡ് ഔട്ട്ലുക്ക്. ഇവിടെ എന്താണ്? മനുഷ്യന് പ്രാധാന്യം, ദൈവത്തിന് പകരം മനുഷ്യനും അവൻ്റെ നന്മയ്ക്കുമാണ് ഇവിടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് ഓഫ് റാഷണൽ ഇൻക്വയറി, യുക്തിചിന്തയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളെ അന്ധമായി വിശ്വസിക്കാതെ ചോദ്യം ചെയ്യാനും ബുദ്ധിപരമായി ചിന്തിക്കാനും പഠിപ്പിച്ചു. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് റാഷണൽ ഇൻക്വയറി. ദെൻ നെക്സ്റ്റ്, എംഫസിസ് ഓൺ
ഹ്യൂമൻ ക്വാളിറ്റീസ് ഓർ എക്സ്പ്രഷൻസ്. അതായത് ലൗകിക ജീവിതത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടാതെ, ടെൻഷൻ ആവാതെ നിലവിലെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഭാഗം ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ഗ്രീക്കോ റോമൻ ലേണിംഗ്. അതായത് ക്ലാസിക്കൽ ഗ്രീക്കോ റോമൻ പഠനങ്ങളോടുള്ള താല്പര്യം. അപ്പം ഇതിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമനിസത്തിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ സെൻറ്റേർഡ് ഔട്ട്ലുക്ക്, മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാട്, അതുപോലെ തന്നെ യുക്തിചിന്ത, റാഷണൽ ഇൻക്വയറി. പിന്നെ പറയുന്നു എംഫസിസ് ഓൺ ഹ്യൂമൻ ക്വാളിറ്റീസ് ആൻഡ് എക്സ്പ്രഷൻസ്, ലൗകിക ജീവിതത്തെക്കുറിച്ചിട്ട്. പിന്നെ ആണ് അവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ഗ്രീക്കോ റോമൻ ലേണിംഗ്. അതുപോലെ തന്നെ വിമർശനാത്മക മനോഭാവം, പരമ്പരാഗതമായ തെറ്റായ വിശ്വാസങ്ങളെയും സഭയുടെ ആധിപത്യത്തെയൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് മീൻ ബൈ ഹ്യൂമനിസം അഥവാ മാനവികത, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ, പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ ഭാഗം ക്ലിയറായി, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 3-4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഭാഗം ഹ്യൂമനിസത്തിൻ്റെ. അപ്പോൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പാർട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.